വാർത്തകൾ വിശദമായി പരിശോധിക്കാം. ഒഡീഷയിൽ മലയാളി വൈദികരെയും കന്യാസ്ത്രീകളെയും ബജ്രംഗ് ദൾ പ്രവർത്തകർ ആക്രമിച്ചു. ജലേശ്വരം ഗംഗാധർ ഗ്രാമത്തിൽ വെച്ചാണ് 70 അംഗ സംഘം ആക്രമിച്ചത്. ഫാദർമാരായ ലിജോ നിരപ്പേല്, ജോജോ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. വിവരങ്ങളുമായി ശരത് ലാൽ ഉണ്ട്. ശരത്ത്, മുൻപ് കന്യാസ്ത്രീകൾക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ ഇത് അവിടെ തുടർക്കഥയാണ് ഉത്തരേന്ത്യയിൽ എന്നുള്ളത് ആവർത്തിച്ചതാണ്. ഇപ്പോൾ അത് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? അഖില, ഓഗസ്റ്റ് 6 വൈകിട്ട് 9 മണിയോടുകൂടിയാണ് ഈ ആക്രമണം നടന്നത്. 70ഓളം വരുന്ന ബജ്രംഗ് സംഘം ആക്രമിച്ചു എന്നാണ് ഫാദർ ലിജോവും ഫാദർ ജോജോവും പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. സംഭവം അവർ FIR വിവരിക്കുന്നത് എങ്ങനെയാണ്? ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയുടെ 2ാം വർഷത്തെ ചരമദിനത്തിൽ ഈ ഗ്രാമത്തിലെത്തിയതായിരുന്നു ഈ കന്യാസ്ത്രീയോടൊപ്പമുള്ള സംഘം. 2 മലയാളികളായ 2 വൈദികരും 2 മലയാളി കന്യാസ്ത്രീകളാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്. ആ വീട്ടിലെത്തുകയും അവിടെ പ്രെയർ മീറ്റിംഗ് നടത്തുകയും ചെയ്തു. അതിനുശേഷം തിരിച്ചു പോകുമ്പോഴാണ് 70ഓളം വരുന്ന ബജ്രംഗ് സംഘം അവരെ തടഞ്ഞു നിർത്തുകയും മർദ്ദിക്കുകയും ചെയ്തത്. രൂക്ഷമായ ഭാഷയിൽ ശകാരിക്കുകയും ചെയ്തു. BJD അല്ല ഇപ്പം ഭരിക്കുന്നത്, BJP ആണ് എന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അതുമാത്രമല്ല, ഫാദർമാരുടെ, അതായത് കേരളത്തിലുള്ള 2 വൈദികന്മാരെ മുഖത്തടിക്കുകയും ചെയ്തു എന്നാണ് FIRൽ പറഞ്ഞിരിക്കുന്നത്. പോലീസ് എത്തിയാണ് ഇവരെ രക്ഷിച്ചത്. കന്യാസ്ത്രീകൾക്കെതിരെ അസഭ്യവർഷം ചൊരിഞ്ഞു എന്നും FIRലുണ്ട്. എന്നാൽ FIRൽ കന്യാസ്ത്രീകളെ ആക്രമിച്ചതായിട്ടുള്ള പരാതി FIRലില്ല. ഏതായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള എത്രയും വേഗം കേസെടുക്കണമെന്നാണ് ഇപ്പോൾ CBCI ആവശ്യപ്പെട്ടിട്ടുള്ളത്. ബജ്രംഗ് ദളിന്റെ അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കണം. ഈ ഛത്തീസ്ഗഡിന് ശേഷം ബജ്രംഗ് മലയാളി കന്യാസ്ത്രീകളെയും മലയാളി വൈദികരെയും ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമെന്നാണ് CBCI നമ്മളോടിപ്പോൾ അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. ഏതായാലും ഇത് കേരളത്തിലെ സംബന്ധിച്ചുള്ള മലയാളി കന്യാസ്ത്രീകളെ മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതും ഇതൊക്കെ വലിയൊരു വാർത്തയായിരുന്നു. അത് തന്നെയാണ് ബജ്രംഗ് ദൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. മലയാളി കന്യാസ്ത്രീകൾക്കും മലയാളി പിതാക്കന്മാർ, അതായത് വൈദികർക്ക് നേരെയും കടുത്ത ആക്രമണം തുടരും എന്നുള്ളൊരു ഒരു സന്ദേശമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു ഭാഗം. ഒഡീഷയിൽ മലയാളി വൈദികരെയും കന്യാസ്ത്രീകളെയും ബജ്രംഗ് ദൾ പ്രവർത്തകർ വീണ്ടും ആക്രമിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ശരത് ലാലാണ് വിവരങ്ങൾ നൽകിയത്.